ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ നാലാമത്തെ പാർട്ടിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ 1 മുതൽ 3 വരെയുള്ള പാർട്ടുകൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു. നേരത്തെ 1 മുതൽ 3 പാർട്ടുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം നാലാമത്തെ പാർട്ടിലേക്ക് വരാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ +1 മുതൽ PG വരെ പഠിക്കുന്ന കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ പഠനാർഹമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നേരത്തെ നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ പ്രധാനപ്പെട്ട് ഒരു കോൺട്രാക്ടർ 2 അക്കൗണ്ടുകളും കോൺട്രാക്റ്റി 1 അക്കൗണ്ടുമാണ് തയ്യാറാക്കുക എന്നുള്ളത് നേരത്തെ വന്ന പാർട്ടിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോൺട്രാക്ടർ 2 അക്കൗണ്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞപ്പം അവിടെ ആ 2 അക്കൗണ്ടിൽ ഒന്ന് കോൺട്രാക്റ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ മറ്റൊന്ന് കോൺട്രാക്റ്റി അക്കൗണ്ടുമാണ് തയ്യാറാക്കുന്നത്. കോൺട്രാക്റ്റിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തയ്യാറാക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. കോൺട്രാക്റ്റി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് റിട്ടേൺഡ്, അഥവാ നമ്മുടെ സൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തിരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സെൻറ്ററിലേക്ക് തന്നെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് മെറ്റീരിയൽസ് റിട്ടേൺഡ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ലോസ് ഓഫ് മെറ്റീരിയൽ, സൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽ പലതും നഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ സെയിൽ ഓഫ് മെറ്റീരിയൽ, ചില മെറ്റീരിയൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ അത് സ്ക്രാപ്പ് വാല്യൂവിന് വിറ്റ് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽ ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട്, നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നു, അതിൽ ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ വേറെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളാണ് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ ഒപ്പം തന്നെ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റിന് സെർട്ടൻ എമൗണ്ട് കോസ്റ്റ് ഉണ്ടാവും, ആ കോസ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു സെർട്ടൻ എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പറയുന്നത്. ദെൻ ഒപ്പം തന്നെ 2 പ്രധാനപ്പെട്ട ക്ലോസുകൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എസ്കലേഷൻ ക്ലോസും അതുപോലെ തന്നെ ഡി എസ്കലേഷൻ ക്ലോസും. എന്ന് വെച്ചാൽ മെറ്റീരിയൽസിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റിക്കോ വല്ല നഷ്ടവും ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എസ്കലേഷൻ ആൻഡ് ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ചർച്ച ചെയ്യുന്നത്. പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കും. ഇന്നത്തെ ഈ മൊത്തം ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോട്ട്സോട് കൂടി കാണാവുന്നതാണ്. പാർട്ട് 4-ൽ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്ന കോൺട്രാക്റ്റീസ് അക്കൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ കോൺട്രാക്റ്റിയുടെ പേരിൽ കോൺട്രാക്ടർ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണിത്. ഇൻ അഡീഷൻ ടു കോൺട്രാക്റ്റ് അക്കൗണ്ടിന് പുറമെ ദ കോൺട്രാക്ടർ പ്രിപ്പയേഴ്സ് കോൺട്രാക്റ്റീസ് അക്കൗണ്ട് ഓൾസോ. കോൺട്രാക്റ്റിയുടെ പേരിലും ഒരു അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ടർ 2 അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ഒന്ന് കോൺട്രാക്റ്റ് അക്കൗണ്ട്, മറ്റൊന്ന് കോൺട്രാക്റ്റീസ് അക്കൗണ്ട്. എന്നാൽ ഒരു കോൺട്രാക്റ്റി ഒരൊറ്റ അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കുന്നത്, അത് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. ദെൻ ഇറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ഇൻ വിച്ച് ദ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദി കോൺട്രാക്റ്റി ഈസ് ക്രെഡിറ്റഡ്. അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്, കോൺട്രാക്റ്റിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ്. ദെൻ അതിൽ ഇൻ വിച്ച് ദി അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദി കോൺട്രാക്റ്റിയിൽ നിന്ന് ലഭിക്കുന്ന അഡ്വാൻസുകൾ ഈസ് ക്രെഡിറ്റഡ്, അത് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, അഥവാ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും സ്വീകരിച്ച ഈ ഒരു ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് സാധാരണഗതിയിൽ രേഖപ്പെടുത്താറുള്ളത്. കാരണം അഡ്വാൻസ് റിസീവ് ചെയ്തതാണല്ലോ. ദെൻ ഈ സാധനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിന് പകരമായിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂഷ്വലി ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം വർക്ക് ഇൻ പ്രോഗ്രസ് നിന്ന് കുറച്ചിട്ടാണ് ഈ എമൗണ്ട് കാണിക്കാറുള്ളത് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്നും എമൗണ്ട് കുറച്ചിട്ടാണ് ഇത് കാണിക്കാറുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പാർട്ട് 3-ൽ ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു. ആ എക്സാമ്പിൾ അതിൽ
ഈ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ January 2015 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4 lakh. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ടു ഡേറ്റ് വാസ് ₹1,72,000. 1,72,000 രൂപ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും ക്യാഷ് കോൺട്രാക്ടർ വാങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റി അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട് വരുന്ന കാര്യം. ദെൻ നോക്കാം നമ്മൾ സൊല്യൂഷനിൽ. കോൺട്രാക്റ്റി അക്കൗണ്ട് തയ്യാറാക്കുമ്പം അവിടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,72,000 രൂപ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ എമൗണ്ട് കോൺട്രാക്റ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 1,72,000 രൂപ കോൺട്രാക്ടർ രേഖപ്പെടുത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കോൺട്രാക്റ്റിയുടെ പേരിൽ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ്. വെൻ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ്, കോൺട്രാക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മളത് ഡെബിറ്റ് ചെയ്യും. ആൻഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഫുൾ കോൺട്രാക്റ്റ് പ്രൈസ് അവിടെ ഡെബിറ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. സിംപ്ലി നിങ്ങൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ശ്രദ്ധിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അടുത്തൊരു മെത്തേഡ്, മെറ്റീരിയൽസ് ഓർ സ്റ്റോഴ്സ് ആൻഡ് പ്ലാൻഡ് റിട്ടേൺഡ്. നമ്മൾ നേരത്തെ കോൺട്രാക്റ്റ് സൈറ്റിലേക്ക് വർക്ക് നടക്കുന്നിടത്തേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ സ്റ്റോറിൽ സൂക്ഷിക്കുന്ന ചെറിയ ചെറിയ റോ മെറ്റീരിയൽസുകളൊക്കെ അല്ലെങ്കിൽ പ്ലാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ച് നമ്മുടെ സ്റ്റോറിലേക്ക് തന്നെ വരികയാണെങ്കിൽ വെൻ മെറ്റീരിയൽസ് ഓർ സ്റ്റോഴ്സ് ഇഷ്യൂഡ് ടു എ കോൺട്രാക്ട് ആർ റിട്ടേൺഡ് ഫ്രം ദി സൈറ്റ് ദെൻ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ഓർ സ്റ്റോഴ്സ് റിട്ടേൺഡ്. നന്നായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ കോൺട്രാക്റ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് പ്ലാന്റ് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. ദെൻ അത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ഓർ സ്റ്റോഴ്സ് റിട്ടേൺഡ്. എത്രയാണോ തിരിച്ചു വന്നത് അതിൻ്റെ എമൗണ്ട് അവിടെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. If plant is returned to stores from the site is credited to contract account with cost less depreciation. അതിന് കണ്ടിന്യൂഷൻ വിത്ത് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ, കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. സിംപ്ലി ക്രെഡിറ്റ് സൈഡിൽ പ്ലാന്റിൻ്റെ എമൗണ്ട് കോസ്റ്റിൽ ആദ്യം എഴുതുക, എത്ര പെർസെൻറ്റേജാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചത് ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് അവിടെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത് എന്നർത്ഥം. ഇനി അടുത്തൊരു മെത്തേഡ്, ലോസ് ഓഫ് മെറ്റീരിയൽസ് ഓർ പ്ലാന്റ്. നമ്മൾ നേരത്തെ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്ലാന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വെൻ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽസ് ചാർജ്ഡ് ടു കോൺട്രാക്ട് ആർ ലോസ് ഓർ ഡിസ്ട്രോയിഡ് ഫ്രം ദി സൈറ്റ്. സൈറ്റിൽ വെച്ചിട്ട് അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാട് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ വേർഡ്സ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അതൊരു ലോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് അത് പോകുക. അപ്പോൾ അതുകൊണ്ട് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ നമുക്ക് മെറ്റീരിയൽസിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട എമൗണ്ട് ആ എമൗണ്ട് രേഖപ്പെടുത്തുക. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ബിക്കോസ് ദേ ആർ ലോസ്. നമുക്കറിയാവുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡിലാണ് വരിക, കാരണം അത് ലോസാണ്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ലോസുകളും എക്സ്പെൻസുകളാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്ന മെറ്റീരിയൽ ലോസ് രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ അടുത്ത സെയിൽ ഓഫ് മെറ്റീരിയൽസ്. ചില മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ വിറ്റൊഴിവാക്കും, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെൻ മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു കോൺട്രാക്ട്, മെറ്റീരിയൽസ് കോൺട്രാക്റ്റിലേക്ക് ഇഷ്യൂ ചെയ്ത സാധനം ആർ ഫൗണ്ട് ടു ബി അൺസ്യൂട്ടബിൾ, അത് നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തി, ദേ വിൽ ബി സോൾഡ് ഔട്ട്, അത് നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നു. ദെൻ ഇങ്ങനെ വിറ്റൊഴിവാക്കുമ്പോൾ ഇഫ് മെറ്റീരിയൽസ് നോട്ട് ആർ സോൾഡ് അറ്റ് പ്രോഫിറ്റ്, ഇത് പ്രോഫിറ്റിനല്ല വിറ്റത് എങ്കിൽ ദ സെയിൽ പ്രൊസീഡ്സ് ആർ ക്രെഡിറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ട്. സെയിൽസ് പ്രൊസീഡ്സ് അത് എന്ത് ചെയ്യണം, നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പം ക്രെഡിറ്റ് സൈഡിൽ സെയിൽ ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എമൗണ്ട് കാണിക്കണം എന്നർത്ഥം. ആൻഡ് ദ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, അഥവാ നമ്മൾ സെയിൽ വാല്യൂവിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ ബാക്കി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈസ് ഡെബിറ്റഡ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മളത് കാണിക്കണം എന്നുള്ളതാണ്.
ദെൻ ഇഫ് മെറ്റീരിയൽസ് ആർ സോൾഡ് ഔട്ട് അറ്റ് ലോസിനാണ് നമ്മൾ വിറ്റത് എങ്കിൽ ദ സെയിൽ വാല്യൂ ആസ് വെൽ ആസ് കോസ്റ്റ് ആസ് വെൽ ആസ് ലോസ്, സെയിൽ വാല്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ലോസും ആർ ക്രെഡിറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് തയ്യാറാകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് ലോസ് ആയതുകൂടി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നോക്കാം. എ ബിൽഡിംഗ് കോൺട്രാക്ടർ commenced work on a particular contract on 1st April 2016. 2016 ഏപ്രിൽ 1-ാം തീയതി ഒരു കോൺട്രാക്ടർ ഒരു ബിൽഡിംഗ് വർക്ക് ഏറ്റെടുക്കുന്നു. എക്സ്പെൻസസ് ഇൻകേർഡ് അപ് ടു 31st December 2016 വേർ ആസ് ഫോളോസ്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന 2016 ഡിസംബർ 31-ാം തീയതി വരെയുള്ള എക്സ്പെൻസസുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഒന്നാമത്തേത് ഡയറക്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് 3,50,000 ഉണ്ട്. ദെൻ വേജസ് 3,20,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 79,350, പ്ലാന്റ് പർച്ചേസ്ഡ് 40,000. ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എ സൂപ്പർവൈസർ വിത്ത് എ മന്ത്ലി സാലറി ഓഫ് ₹1,200 has spent about half of his time on this contract. ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. ആ സൂപ്പർവൈസർ അയാൾക്ക് മന്ത്ലി സാലറി 1,200 രൂപയാണ്. അയാൾ ഹാഫ് ഓഫ് ഹിസ് ടൈം ഓൺ ദിസ് കോൺട്രാക്റ്റ്, അയാൾ ഈ ഒരു അയാളുടെ സമയത്തിൻ്റെ പകുതി സമയം ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ദെൻ പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹5,000 വാസ് ലോസ്റ്റ്, 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇൻ ആൻ ആക്സിഡൻറ്റ്, ഒരു പ്രത്യേക ആക്സിഡൻറ്റിലാണ് അത് പോയത്. ദെൻ 31st ഡിസംബറിലാണ് അത് പോയതെന്ന് പറയുന്നുണ്ട്. ദെൻ പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹10,000 വാസ് റിട്ടേൺഡ് ടു ദി സ്റ്റോർ. ദെൻ 10,000 രൂപയുടെ പ്ലാന്റ് സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ സെർട്ടൻ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് ₹5,000 വിച്ച് വെയർ ഫൗണ്ട് അൺസ്യൂട്ടഡ് ഫോർ ദ കോൺട്രാക്റ്റ്. ദെൻ കുറച്ച് മെറ്റീരിയൽ, അത് 5,000 രൂപയുടെ മെറ്റീരിയലാണ്, അത് ഇനി കോൺട്രാക്റ്റിന് അത് അൺസ്യൂട്ടബിൾ ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ അതുകൊണ്ട് വെയർ സോൾഡ് ഫോർ ₹6,000, 5,000 രൂപയുടെ സാധനമാണ്, അത് 6,000 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസാറ്റിസ്ഫൈഡ് വാസ് ₹24,000. കൃത്യമായിട്ട് വർക്ക് നടന്നിട്ടുണ്ട്, പക്ഷേ അത് അൺസാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും, ദെൻ അത് സർട്ടിഫൈഡ് ഉണ്ടാവും, അൺസർട്ടിഫൈഡ് ഉണ്ടാവും. ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട്, പക്ഷെ അത് അൺസർട്ടിഫൈഡ് പോർഷൻ 24,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 വെയർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. 31,000 രൂപയുടെ മെറ്റീരിയൽസ് സൈറ്റിൽ ഇപ്പോൾ നിലവിൽ സൈറ്റിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. ദെൻ ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹15 lakh. കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് 15 ലക്ഷം രൂപയാണ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു 31st December എമൗണ്ടഡ് ₹8 lakh. ദെൻ 31-ാം തീയതി വരെ ക്യാഷ് വാങ്ങിയത് 8 ലക്ഷം രൂപയാണ്. ബീങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% രൂപയോളം വരും ആ 8 ലക്ഷം രൂപ എന്ന് പറയുന്നത്. സെർട്ടൻ എമൗണ്ട് ആണ് വർക്ക് സർട്ടിഫൈഡ് ഉണ്ടാവുക, ആ സർട്ടിഫൈഡിൻ്റെ 80% വരെയാണ് വർക്ക് ക്യാഷ് വാങ്ങിയത്. ആ 80% തുക എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയാണ്. ദെൻ ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 20% പെർ ആനം, 20% അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. ദെൻ ഓൺ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ 20%. ദെൻ പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് 3,50,000 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ വേജസ് 3,20,000 ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 79,350 ആണ്. ദെൻ പ്ലാന്റ് 40,000 രൂപയാണ്. സൂപ്പർവൈസറുടെ സാലറി 1,200 രൂപയാണ് ഉണ്ടാവുക. 1,200 രൂപയിൽ അതിൽ 9 മാസമാണ് അയാൾ ജോലി ചെയ്യുന്നത്. ദെൻ ഈ 9 മാസം ജോലി ചെയ്യുമ്പം അയാൾ ഹാഫ് പോർഷനാണ് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ജോലിയിലാവുന്നത്. അതുകൊണ്ടാണ് 1/2 എന്ന് പറഞ്ഞ് അവിടെ ഹാഫ് എടുത്തത്. എമൗണ്ട് 5,400 ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ മെറ്റീരിയൽസ് 5,000 രൂപയുടെ മെറ്റീരിയൽ 6,000 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് 1,000 രൂപ നമ്മൾ കാണിക്കുന്നു എന്നുള്ളതും. ദെൻ നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ ആണ്, നമുക്ക്
ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫസ്റ്റ് അഥവാ ഈ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 8 ലക്ഷം രൂപ, ഏതോ ഒരു സംഖ്യയുടെ 8 ലക്ഷം രൂപ, അത് 80%. ദെൻ അത് ആ 8 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വർക്ക് സർട്ടിഫൈഡ് പോർഷൻ എത്രയായിരിക്കും എന്നുള്ളത് 8 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 10 ലക്ഷം രൂപയാണ്. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് 24,000 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്ലാൻഡ് ലോസ്റ്റ് എന്ന് അവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. 5,000 രൂപയുടെ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്ലാന്റ് റിട്ടേൺഡ്, പ്ലാന്റ് മടക്കി വാങ്ങിയത് 10,000 ആണെന്നുള്ളതും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറിലേക്ക് എത്തുമ്പം അവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ലെസ് ഡിപ്രീസിയേഷൻ മസ്റ്റ് ആണെന്നുള്ളത്. ഡിപ്രീസിയേഷൻ അവിടെ 1,500 രൂപ, 20% ഡിപ്രീസിയേഷൻ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പം പ്ലാന്റ് അറ്റ് സൈറ്റ്, നിലവിലുള്ള നമ്മുടെ സൈറ്റിലുള്ള പ്ലാന്റ് 25,000 രൂപയുടെ പ്ലാന്റ് ആണെന്നുള്ളതും നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. ദെൻ അവിടെയും ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 3,750 ആണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ അടുത്തത് സെയിൽ ഓഫ് മെറ്റീരിയൽസ് 6,000 രൂപയാണ് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് 31,000 രൂപയുടെ മെറ്റീരിയൽ അവിടെ കയ്യിൽ ഉണ്ടെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്ലാന്റ് അറ്റ് സൈറ്റ് 25,000 രൂപയാണെന്നുള്ളത് പ്രത്യേകം അവിടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ് 25,000 രൂപ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 40,000 രൂപയുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്തിരുന്നു. 40,000 രൂപയുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്തതിൽ നിന്നും 10,000 രൂപയുടെ പ്ലാന്റ് തിരിച്ച് നമ്മുടെ സ്റ്റോറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സൈറ്റിലുള്ളത് 30,000 രൂപയുടെ പ്ലാന്റ് ആയിരിക്കും ഇപ്പോൾ സൈറ്റിലുണ്ടാവുക. അതിൽ നിന്നും 5,000 രൂപയുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുക സൈറ്റിൽ 25,000 രൂപയുടെ പ്ലാന്റാണ്. അതാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയത്. ഈ 25,000 രൂപയുടെ പ്ലാന്റ് അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ 20% ഡിപ്രീസിയേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ 20% ഡിപ്രീസിയേഷൻ നടത്തുക. അവിടെ 9 മാസക്കാലമാണ് ഇത് വർക്ക് നടക്കുന്നത്. ഈ ഒരു വർക്ക് 9 മാസക്കാലമാണ്. അങ്ങനെയാണെങ്കിൽ 25,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 100 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിപ്രീസിയേഷന് 3,750 രൂപ എന്ന് ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഇതിൽ ഈ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പം അവിടെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വർക്കിംഗ് പ്രോഗ്രസ്സുമായി നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റാണ് അങ്ങോട്ട് പോർഷനാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് 80% വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2/3 ആണ് എടുക്കുക. നോഷണൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 100 നമുക്ക് 1,60,000 രൂപ കിട്ടും എന്നുള്ളതാണ്. ദെൻ ഒപ്പം തന്നെ അതിൻ്റെ ബാലൻസിങ് ഫിഗർ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ 2,98,250 ഇൻറ്റു 2/3 ഇൻറ്റു 80 ഹരിക്കണം 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള ഫോർമാറ്റിലും ഇത് കണ്ടെത്താവുന്നതാണ്. അഥവാ 3 ലക്ഷം ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് 8 ലക്ഷം ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 10 ലക്ഷം ഈ രൂപത്തിലും അതിൻ്റെ ഫോർമാറ്റിൽ കണ്ടെത്താവുന്നതാണ്. സബ് കോൺട്രാക്റ്റ് അടുത്തൊരു ടേമാണ് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത കോൺട്രാക്റ്റിൽ നിന്നും ചെറിയ ചെറിയ വർക്കുകൾ വേറെ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നതിനെയാണ് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സംടൈംസ് ദ കോൺട്രാക്ടർ എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് അനദർ കോൺട്രാക്ടർ ടു ഗിവ് എ പോർഷൻ ഓഫ് ദ വർക്ക് അണ്ടർടേക്കൺ ബൈ ഹിം. ഒരു കോൺട്രാക്ടർ അയാൾ ഏറ്റെടുത്തിരിക്കുന്ന വർക്ക്, ആ വർക്കിൽ നിന്നും സെർട്ടൻ പോർഷൻ വേറൊരാളുമായിട്ട് കോൺട്രാക്റ്റ് നടത്തുന്നതിനെയാണ് സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീട് വർക്ക് ഏറ്റെടുക്കുമ്പോൾ ആ വീടിൻ്റെ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഫർണിഷിങ്ങോ അതുമല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ കൺസ്ട്രക്റ്റിംഗ് എ ഹൗസ്, ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ദ വർക്ക് ഓഫ് പ്ലംബിംഗ്
പ്ലാസ്റ്ററിംഗ്, പെയിൻറ്റിങ് എറ്റ്സെട്ര മേ ബി ഗിവൺ ടു അനദർ കോൺട്രാക്ടർ. മറ്റു കോൺട്രാക്ടർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഈ വർക്കുകളൊക്കെ. ദെൻ ഇൻ സച്ച് എ കേസ് ദ കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട് ഈസ് ഡെബിറ്റഡ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ട്. ഈ സാഹചര്യത്തിൽ കോൺട്രാക്ട് അക്കൗണ്ട് തയ്യാറാക്കുമ്പം ഈ സബ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കോസ്റ്റ് ഡെബിറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ദെൻ അടുത്തൊരു ടേം കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സെർട്ടൻ എമൗണ്ട് കോസ്റ്റ്, അതിൻ്റെ കൂടെ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റോ അല്ലെങ്കിൽ സെർട്ടൻ എമൗണ്ട് ആഡ് ചെയ്തിട്ട് എടുക്കുന്ന കോൺട്രാക്റ്റിനെയാണ് ഈ ഒരു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇൻ സെർട്ടൻ ടൈപ്പ് ഓഫ് വർക്ക്, ചില വർക്കിന് ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. ഒരു എത്ര എമൗണ്ടിനാണ് നമ്മൾ വർക്ക് എടുക്കുക എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വിത്ത് റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി, നമുക്ക് കറക്റ്റ് അത് തയ്യാറാക്കാൻ കഴിയില്ല അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഇൻ ടു ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് എത്ര രൂപയാണ് ഈ കോൺട്രാക്റ്റിന് ആവുക എന്നുള്ളത് മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്ത കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എങ്കിൽ ദെൻ ഇൻ സച്ച് ടൈപ്പ് ഓഫ് വർക്ക് പാർട്ടീസ് വിൽ എൻറ്റർ ഇൻ ടു കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടീസ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് എന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എത്രയാണോ കോൺട്രാക്ടർക്ക് എമൗണ്ട് ചിലവാകുന്നത് ആ ചിലവാകുന്നതിൻ്റെ കൂടെ പ്ലസ് സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കൂടി ഈടാക്കിയിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത. ദെൻ അടുത്ത് എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതാണ്. ദിസ് ഈസ് എ ക്ലോസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദി കോൺട്രാക്റ്റ് ടു കവർ അപ്പ് എനി ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺട്രാക്റ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ ലേബർ ചാർജസ് ഓർ ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എറ്റ്സെട്ര. ദെൻ ദിസ് എ ക്ലോസ്, ഇതൊരു ക്ലോസ് ആണ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കോൺട്രാക്റ്റ് ടു കവർ അപ്പ് എനി ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് ഏതെങ്കിലും സാഹചര്യത്തിൽ വർദ്ധിച്ചു, ആ സാഹചര്യം പറയുന്നുണ്ട് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസിൻ്റെ ചാർജ് വർദ്ധിച്ചു, ഓർ ലേബർ ചാർജ് വർദ്ധിച്ചു, ഓർ ചാർജ് ഇൻ ദി യൂട്ടിലൈസേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എംപ്ലോയി നമുക്കറിയാം. ദെൻ ഇതും ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ ചാർജ് വർദ്ധിക്കുന്നതിലൂടെ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് വർദ്ധിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ അവസ്ഥയിൽ ദിസ് പ്രൊട്ടക്റ്റ് ദ കോൺട്രാക്ടർ ഫ്രം ഇൻകറിങ് ലോസ്. ഈ ഒരു ക്ലോസ് ഉൾപ്പെടുത്തുന്നതിലൂടെ കോൺട്രാക്ടറെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ലേബർ എറ്റ്സെട്ര. മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും പ്രൈസ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റിൻ്റെ മൊത്തം എമൗണ്ട് ചേഞ്ച് വന്നു. ഇങ്ങനെയാണെങ്കിൽ കോൺട്രാക്ടർക്ക് നഷ്ടം വരാത്ത രൂപത്തിൽ അത് കോൺട്രാക്റ്റ് നികത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്ലോസ് ആണ് ഇത്. ദെൻ ആസ് എ റിസൾട്ട് ഓഫ് ആൻ എസ്കലേഷൻ ക്ലോസ്, ഇങ്ങനെ ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദ കോൺട്രാക്റ്റി വിൽ കോമ്പൻസേറ്റ് ദ കോൺട്രാക്ടർ. കോൺട്രാക്ടർക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്തി കൊടുക്കും ഫോർ ഇൻക്രീസിങ് പ്രൈസ് ബിയോണ്ട് ദ സെർട്ടൻ ലിമിറ്റ്. ഒരു സെർട്ടൻ ലിമിറ്റ് വരെ പ്രൈസ് വർദ്ധിക്കുന്നത് കോൺട്രാക്റ്റി എന്ത് ചെയ്യും, കോൺട്രാക്ടർക്ക് വേണ്ടി നികത്തി കൊടുക്കും എന്നുള്ളതാണ് ഈ ക്ലോസിൻ്റെ പ്രത്യേകത. അടുത്തത് ഡി എസ്കലേഷൻ ക്ലോസ് ആണ്. എസ്കലേഷൻ ക്ലോസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ക്ലോസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കോൺട്രാക്റ്റ് ഡ്യൂ ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു പോയി. the event of price of materials etc going down beyond a percentage, ഒരു പെർസെൻറ്റേജ് വരെ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിൻ്റെ താഴോട്ട് ഈ റോ മെറ്റീരിയൽസിൻ്റെയും ലേബർ ചാർജൊക്കെ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ദെൻ ദസ് ദ കോൺട്രാക്റ്റി വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു റിബേറ്റ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഫാൾ ഇൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ലേബർ എറ്റ്സെട്ര. ഇവിടെ ലേബർ ചാർജ്, റോ മെറ്റീരിയൽസിൻ്റെ ചാർജൊക്കെ വളരെ കുറഞ്ഞു പോയി. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് കൂടുതലായിരുന്നു, പക്ഷേ പിന്നീട് ആ വർക്ക് നടക്കുന്ന സമയത്ത് മെറ്റീരിയലിനൊക്കെ വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അത് നോക്കുമ്പം കോൺട്രാക്റ്റിക്ക് നഷ്ടമാണ്, അഥവാ ഒരു കോൺട്രാക്റ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടം കോൺട്രാക്ടർ നികത്തി കൊടുക്കും എന്നുള്ളതാണ് ഡി എസ്കലേഷൻ ക്ലോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എസ്കലേഷൻ ക്ലോസിൽ പറഞ്ഞത് കോൺട്രാക്ടർക്ക് ഉണ്ടാകുന്ന നഷ്ടം കോൺട്രാക്റ്റ് നികത്തി കൊടുക്കുക. ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിക്കുണ്ടാകുന്ന നഷ്ടം കോൺട്രാക്ടർ നികത്തി കൊടുക്കുക എന്നുള്ളതുമാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട് നമുക്ക് പാർട്ട് 4 ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.
അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കോൺട്രാക്റ്റി അക്കൗണ്ട്, രണ്ട് അക്കൗണ്ടുകളിൽ ഒന്ന് കോൺട്രാക്ട് അക്കൗണ്ടും മറ്റൊന്ന് കോൺട്രാക്റ്റി അക്കൗണ്ടുമാണ്. കോൺട്രാക്റ്റി അക്കൗണ്ടിൻ്റെ ഫോർമാറ്റുകളും അതിൽ വെച്ച് നമ്മൾ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ദെൻ മെറ്റീരിയൽസ് റിട്ടേൺഡും ലോസ് ഓഫ് മെറ്റീരിയൽസും സെയിൽ ഓഫ് മെറ്റീരിയൽസും ഉൾപ്പെടെയുള്ള 3 കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തു. ദെൻ സബ് കോൺട്രാക്ട്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്, എസ്കലേഷൻ, ഡി എസ്കലേഷൻ ക്ലോസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഇതോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. ഇനി തൊട്ടപ്പുറത്ത് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് പഠന വിഷയങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. താങ്ക് യു.